കളങ്കാവലിന് ആഗോളതലത്തിലും മികച്ച സ്വീകരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കോവിഡിന് ശേഷം മമ്മൂട്ടിയുടെ ഏറ്റവും വലിയ ഓവർസീസ് ഹിറ്റായി മാറിയിരിക്കുകയാണ് കളങ്കാവൽ. കളങ്കാവലിന് ആഗോളതലത്തിലും മികച്ച സ്വീകരണമാണ് ലഭിക്കുന്നത്. കോവിഡിന് ശേഷം മമ്മൂട്ടിയുടെ ഏറ്റവും വലിയ ഓവർസീസ് ഹിറ്റായി മാറിയിരിക്കുകയാണ് സിനിമ. റിലീസായി 15 ദിവസങ്ങൾക്കുള്ളിൽ രാജ്യാന്തര മാർക്കറ്റിൽ നിന്ന് 38.15 കോടി രൂപയാണ് കളങ്കാവൽ നേടിയത്. സിനിമയുടെ ആകെ കളക്ഷൻ 80 കോടി രൂപ കടന്നു. വെറും 29 കോടി രൂപയാണ് സിനിമയുടെ ബജറ്റ്. ആഭ്യന്തര കളക്ഷൻ മറികടക്കുന്ന പ്രകടനമാണ് വിദേശ മാർക്കറ്റുകളിൽ സിനിമ കാഴ്ചവെച്ചത്. ഇന്ത്യൻ മാർക്കറ്റിൽ 14 ദിവസം കൊണ്ട് സിനിമ നേടിയത് 40.88 കോടി രൂപയായിരുന്നു. എന്നാൽ റിലീസായി 8-ാം ദിവസം GCC ബോക്സ് ഓഫീസിൽ മാത്രം സിനിമ 3 മില്യൺ പിന്നിട്ടു. മിഡിൽ ഈസ്റ്റിലടക്കം സിനിമ ഇപ്പോഴും നിറഞ്ഞോടുകയാണ്. ഭീഷ്മപർവത്തെ മറികടന്നാണ് കളങ്കാവൽ മമ്മൂട്ടിയുടെ ഏറ്റവും വലിയ ഓവർസീസ് ഹിറ്റായി മാറിയത്. 36.5 കോടി രൂപയാണ് ഭീഷ്മപർവം വിദേശ ബോക്സ് ഓഫീസിൽ നിന്നും നേടിയത്. കണ്ണൂർ സ്ക്വാഡ്, ടർബോ എന്നീ സിനിമകൾ അടുത്ത സ്ഥാനത്തുമുണ്ട്. 34.4 കോടി രൂപയാണ് കണ്ണൂർ സ്ക്വാഡ് നേടിയത്. ടർബോയാണെങ്കിൽ 32 കോടി രൂപയും നേടിയിട്ടുണ്ട്. ആകെ കളക്ഷനിൽ ഇക്കൊല്ലത്തെ മലയാളം സിനിമകളിൽ 5-ാമതാണ് നിലവിൽ കളങ്കാവൽ. ലോക 1-ാമതുള്ള ഈ പട്ടികയിൽ DSERE 4-ാമതാണ്. 83 കോടി രൂപ കളക്ഷനുള്ള DSERE 80 കോടി രൂപ പിന്നിട്ട കളങ്കാവൽ മറികടക്കുമെന്നാണ് വിലയിരുത്തൽ. ജിതിൻ K. ജോസ് സംവിധാനം ചെയ്ത സിനിമയിൽ സ്റ്റാൻലി ദാസ് എന്ന കഥാപാത്രത്തെയാണ് മമ്മൂട്ടി അവതരിപ്പിക്കുന്നത്. വിനായകനും സിനിമയിൽ ഒരു സുപ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. ഫൈസൽ അലി ക്യാമറ കൈകാര്യം ചെയ്തപ്പോൾ പ്രവീൺ പ്രഭാകർ എഡിറ്റിംഗും മുജീബ് മജീദ് സംഗീത സംവിധാനവും നിർവഹിച്ചു. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.